പാലക്കാട് ബിജെപിയിൽ പൊട്ടിത്തെറി. മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ഉൾപ്പെടെ 7 കൌൺസിലർമാർ രാജിസന്നദ്ധത അറിയിച്ചു. യുവമോർച്ച ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവനെ ജില്ലാ അധ്യക്ഷനാക്കാനുള്ള തീരുമാനത്തിന് പിന്നാലെയാണ് രാജിഭീഷണി. ഭിന്നാഭിപ്രായമുള്ള നേതാക്കൾ യോഗം ചേർന്നു. കൌൺസിലർമാർ രാജിവെച്ചാൽ ബിജെപിക്ക് നഗരസഭാ ഭരണം നഷ്ടമാകും. പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. അത് സംസാരിച്ചാണ്. അതൃപ്തിയുണ്ടോ? അത് ഞങ്ങൾ പിന്നീട് അറിയിക്കും. ഞാനിപ്പോ ഒന്നും നിങ്ങളുടെ എല്ലാ ബഹുമാനവും സ്നേഹവും നിലനിർത്തിക്കൊണ്ട് എന്റെ മാധ്യമ സുഹൃത്തുക്കളോട് ഞാൻ സ്നേഹപൂർവ്വം പറയാണ്, ഞാൻ ഒന്നും പറയാൻ തയ്യാറാണ്. അടുത്ത തീരുമാനത്തിൽ പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാണ് ഞങ്ങളുടെ ആയുസ്. നമ്മുടെ ദേഹം മുഴുവൻ ബിജെപി വിടുന്ന അങ്ങനെയല്ല ശരിയായിട്ട് ചില ആളുടെ കൈകളിൽ മാത്രമാണ് ഈ പാർട്ടി എന്നുള്ള ഒരു ആ കുത്തകം അവസാനിപ്പിക്കണം, അത്ര മാത്രം. കൌൺസിലർമാർ അതൃപ്തി അറിയിച്ചിട്ടില്ലെന്ന് ബിജെപി ജില്ലാ അധ്യക്ഷൻ KM ഹരിദാസ്. യോഗം ചേർന്നതിനെക്കുറിച്ച് അറിയില്ല. പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകും. ജില്ലാ അധ്യക്ഷനെ തെരഞ്ഞെടുത്ത നടപടിയിൽ മാനദണ്ഡങ്ങൾ ലംഘിച്ചിട്ടില്ലെന്നും ജില്ലാ അധ്യക്ഷൻ പറഞ്ഞു. ബിജെപിയിൽ ഏതെങ്കിലും തരത്തിലുള്ള അതൃപ്തിയോ മറ്റു കാര്യങ്ങളോ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ടും പരിഹരിക്കാനുള്ള മെക്കാനിസം പാർട്ടിയിലുണ്ട്. അത് സ്വാഭാവികമായിട്ടും പരിഹരിക്കപ്പെടും. ആ കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇലക്ഷന്റെ സംവിധാനം ഇലക്ഷൻ പാർട്ടി നിശ്ചയിച്ചിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അതതിന്റെ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇതിൽ എന്തൊക്കെ മാനദണ്ഡങ്ങളാണോ നിശ്ചയിച്ചിട്ടുള്ളത് ആ മാനദണ്ഡങ്ങൾ പ്രകാരമാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന പാലക്കാട്ടെ കൌൺസിലർമാരുമായി സംസാരിച്ചെന്ന് സന്ദീപ് വാര്യർ. കോൺഗ്രസ് നേതൃത്വവുമായി വിഷയം ചർച്ച ചെയ്യുമെന്ന് സന്ദീപ് വാര്യർ മീഡിയ വണ്ണിനോട് പറഞ്ഞു. അവിടുത്തെ കൌൺസിലർമാരടക്കമുള്ള നേതാക്കന്മാരുമായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ബിജെപിയുടെ എന്റെ പഴയകാല സഹപ്രവർത്തകരുമായിട്ട് എല്ലാവരുമായി ഞാൻ സംസാരിക്കാറുണ്ട്. അവരെല്ലാം എന്റെ സുഹൃത്തുക്കളാണ്, നേരത്തെ സഹപ്രവർത്തകരായിരുന്നു. ഞാൻ അവരുമായി സംസാരിച്ചിട്ടുണ്ട്. അവരുടെ നിലപാട് പ്രഖ്യാപിക്കട്ടെ. അവരുടെ നിലപാട് പ്രഖ്യാപിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് കോൺഗ്രസ് പാർട്ടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, ജനാധിപത്യത്തിന്റെ ചേരിയിലേക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ, മത സാഹോദര്യത്തിന്റെ നിലപാട് ഉയർത്തിപ്പിടിക്കാൻ അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ നിലപാടുകളോട് ഐക്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വവുമായി സംസാരിക്കാൻ ഞാൻ തയ്യാറാകും. ടി നന്ദഗോപാൽ വിവരങ്ങൾ നൽകും. നന്ദു, കൌൺസിലർമാർ രാജ്യസന്നദ്ധത അറിയിച്ചവർ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ പ്രശാന്ത് ശിവനെ അധ്യക്ഷനാക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് ബിജെപി ജില്ലാ നേതൃത്വം പിന്നോട്ട് പോകുമോ? ബിജെപി ജില്ലാ നേതൃത്വം ആ തീരുമാനത്തിൽ നിന്നും പിന്നോട്ട് പോയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതായത് ഇന്ന് രാവിലെ പോലും ഈ കൌൺസിലർമാർ ഉൾപ്പെടെ രാജ്യസന്നദ്ധത അറിയിച്ചിട്ട് പോലും ബിജെപി ജില്ലാ അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിന് പ്രശാന്ത് ശിവൻ ജില്ലാ നേതൃത്വത്തിന്റെ സഹായത്തോടെ നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നാളെയാണ് ഈ ജില്ലാ അധ്യക്ഷനെ തീരുമാനിക്കുകയും ചെയ്യുക. അപ്പോൾ അത് വലിയ രീതിയിലുള്ള ഒരു പൊട്ടിത്തെറിയിലേക്ക് പോകാനുള്ള സാധ്യതയാണ് ഇപ്പോഴും കാണാൻ സാധിക്കുന്നത്. ഇന്നിപ്പോൾ ഒരു യോഗം, ഈ ഒരു അതൃപ്ത നേതാക്കൾ യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു. യോഗത്തിൽ അവർ തീരുമാനിച്ചത് പ്രശാന്ത് ശിവൻ ജില്ലാ അധ്യക്ഷനായി വരികയാണെങ്കിൽ രാജിവെക്കും എന്നുള്ളതാണ്. ഒപ്പം തെരഞ്ഞെടുത്ത എല്ലാ പദവികളിൽ നിന്നും പുറത്തേക്ക് പോകുമെന്നുള്ളതാണ് ഇവർ തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷേ ഇത് നേതൃത്വത്തെ അറിയിച്ചിട്ടില്ല. ഈ കാര്യങ്ങൾ നേതൃത്വത്തെ, തങ്ങളുടെ യോഗ തീരുമാനങ്ങളൊക്കെ നേതൃത്വത്തെ അറിയിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ ഈ അതൃപ്തരായ നേതാക്കളും വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം ജില്ലാ നേതൃത്വവും നമ്മളോട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. അവർ പറയുന്നത് ഇത്തരത്തിലൊരു അറിയിപ്പ് അല്ലെങ്കിൽ ഈ ഒരു പരാതി ഒന്നും തന്നെ തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് തന്നെയാണ് മുന്നോട്ട് പോവുക എന്നുള്ളതും ഇപ്പോൾ ജില്ലാ നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ 7 കൌൺസിലർമാരാണ് ഈ യോഗത്തിൽ പങ്കെടുത്തത്. ഇവർ രാജിവെക്കുകയാണെങ്കിൽ ഇവർ കോൺഗ്രസുമായി സഹകരിച്ചു പോകുമോ എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ കോൺഗ്രസുമായി സഹകരിക്കുകയാണെങ്കിൽ ഒരു ഭരണമാറ്റം തന്നെ സംഭവിക്കുമെന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അതായത് പാലക്കാടാണ് ബിജെപിക്ക് ഭരണമുള്ള ഏക മുനിസിപ്പാലിറ്റി. അവിടെ നിന്നും ബിജെപിക്ക് ഭരണം പോകാനുള്ള ഒരു സാധ്യത കൂടെ തള്ളിക്കളയാൻ പറ്റില്ല. ഇപ്പോൾ സന്ദീപ് വാര്യർ ഉൾപ്പെടെ മീഡിയ വണ്ണിനോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞത് ഈ അതൃപ്തരായവരോട് സംസാരിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവർ ഈ പാർട്ടി വിട്ട് പുറത്തു വരാൻ തയ്യാറാണെങ്കിൽ സ്വീകരിക്കുമെന്നുള്ളത് സന്ദീപ് വാര്യർ വ്യക്തമാക്കി. ഒപ്പം പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലും ഇതേ കാര്യം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. പാർട്ടി വിട്ട് പുറത്തു പോകുന്ന ഏതൊരാളെയും കോൺഗ്രസ് സ്വീകരിക്കും. വർഗീയത വിട്ട് പുറത്തു വരികയാണെങ്കിൽ അവരെ സ്വീകരിക്കാൻ കോൺഗ്രസ് തയ്യാറാണ് എന്നുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിലും വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും കൃത്യമായ ഒരു നിലപാട് ഈ അതൃപ്തരായ നേതാക്കൾ അറിയിച്ചിട്ടുണ്ട്. ഇനി നാളെ ബിജെപി ജില്ലാ അധ്യക്ഷനെ തീരുമാനിക്കുന്ന സമയത്തായിരിക്കും കൂടുതൽ കാര്യങ്ങൾ വരിക. അപ്പോൾ നേതൃത്വം ഏത് തരത്തിലുള്ള ഒരു തീരുമാനം സ്വീകരിക്കും എന്നുള്ള കാര്യമാണ് ഇനി ഉറ്റുനോക്കുന്നത്. ഈ ഒരു പ്രതിഷേധമൊക്കെ തന്നെ വന്ന സാഹചര്യത്തിൽ പ്രശാന്ത് ശിവൻ തന്നെ അധ്യക്ഷനായി എത്തുമോ എന്നുള്ളതാണ് ഇനി നോക്കേണ്ടത്. 7 കൌൺസിലർമാരാണ് രാജ്യസന്നദ്ധത അറിയിച്ചിരിക്കുന്നത്. പ്രശാന്ത് ശിവനെ ജില്ലാ അധ്യക്ഷനാക്കരുത്
എന്നാണ് അവർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം. നാളെയാണ് ജില്ലാ പ്രസിഡന്റിനെ പ്രഖ്യാപിക്കുക. തീരുമാനം മാറ്റുമോ എന്നാണ് ഉറ്റുനോക്കുന്നത്. വിവരങ്ങളാണ് ടി നന്ദഗോപാൽ നൽകിയത്.